ലോകത്ത് ദൈനംദിനം പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ വിഷയങ്ങൾ സംബന്ധിച്ചുമുള്ള വിധി ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്നതിലും സംശയമില്ല. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, പരിശുദ്ധ ഖുർആനിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, എല്ലാം ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിശ്ചയം ഖുർആനിൽ കഴിഞ്ഞുപോയ സംഭവങ്ങൾ, വരാനിരിക്കുന്ന സംഭവങ്ങൾ പോകട്ടെ, അതിന്റെ പുറമെ വഹുക്കുമ മാ ബൈനക്കും, നിങ്ങളിടയിൽ ഉണ്ടായേക്കാവുന്ന സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിധിയും ഖുർആനിലുണ്ട്. അപ്പൊ എല്ലാം ഖുർആനിലുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. മദ്ഹബിന്റെ ഇമാമുകളിലൂടെ ഖുർആനിന്റെയും ഹദീസിന്റെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലലല്ലാതെ ഇന്ന് കാണുന്ന വിഷയങ്ങൾക്കൊന്നും ഖുർആൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഹദീസ് പരിധി നോക്കിയിട്ട് മറുപടി കണ്ടെത്തുക സാധ്യമല്ല, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പറയുന്ന ഈ മദ്ഹബ് നിഷേധികൾ പൂർവികരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങേണ്ടി വരികയാണ്. എന്നാ പിന്നെ ഷാഫി ഇമാമിന്റെ, അബൂ ഹനീഫ ഇമാമിന്റെ, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ, അഹ്മദ് ഹംബൽ ഇമാമിന്റെ ഒക്കെ തുടങ്ങിയുള്ളവരുടെ മദ്ഹബ് സ്വീകരിക്കൽ അനിവാര്യമാണെങ്കിൽ സഹാബത്തിന്റെ മദ്ഹബ് ഏതായിരുന്നു? സഹാബത്ത് ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കോ ആയിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹബ് ഏതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന, വലിയ അനത്തലയായി ചോദിക്കുന്ന ആളുകളുണ്ട്. അല്ലാ മദ്ഹബിയ എന്ന് പറഞ്ഞൊരു വിഭാഗം പണ്ടുണ്ടായിരുന്നു, മദ്ഹബില്ലാത്തവർ. അവരഴിച്ചുവിട്ട ചോദ്യമാണിത്. ഇത് യഥാർത്ഥത്തിൽ ഈ വാദവുമായി വഹാബിസത്തിന് ബന്ധമില്ല. യഥാർത്ഥ വഹാബികൾക്ക്, നമ്മുടെ കേരളത്തിലേത് വഹാബിയുമല്ല. അത് ഇ.കെ.എസ്. മുസ്ലിയാർ പണ്ടേ പറയാറുണ്ട്, ഇത് വഹാബിയല്ല ഈ സാധനം, ഇത് എന്തോ ഒരു യുക്തിവാദികൾ എന്നേ പറഞ്ഞോളൂ. അതാത് സമയത്തുള്ള യുക്തി അനുസരിച്ചൊക്കെ പറയും. യഥാർത്ഥത്തിൽ വഹാബിസം മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണ്. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ്, അയാൾക്ക് ഒരു ഗ്രന്ഥമുണ്ട്, മുഖ്തസറുൽ ഇൻസാഫ് എന്നതിന് പേര്. അതിൽ അദ്ദേഹം പറയുന്നു, വനഹനു അലാ മദ്ഹബിൽ ഇമാമി അഹ്മദ് ബിൻ ഹംബൽ, നാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിൽ നിൽക്കുന്നവരാണ്. വലാ നദ്ദഇൽ ഇജ്തിഹാദൽ മുത്ലഖ, നിരുപാധികമായ ഇജ്തിഹാദ് പദവി നാം വാദിക്കുന്നില്ല. വലാ അഹദുൻ യദ്ദഈഹി ലദൈന, അങ്ങനെ വാദിക്കുന്നവരാരും നമ്മുടെ ഭാഗത്ത്, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ പക്ഷത്തുമില്ല. അദ്ദേഹം പറഞ്ഞു, വലാ നുഖിറു സൈദിയ്യത വറാഫിദിയ്യ, സൈദിയാക്കള്, റാഫിദിയാക്കള് തുടങ്ങിയ അന്നത്തെ പുത്തൻ കക്ഷികൾ, പഴയ കാലത്തെ, അവരെ നാം അംഗീകരിക്കുന്നില്ല. അലാ ശൈഇൻ മിൻ മദാഹിബുൽ ഫാസിദ, അവരുടെ തെറ്റായ മദ്ഹബിൽ നിന്നുള്ള ഒരു മദ്ഹബിലും നാം നമുക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. ബൽ നജ്ബുറുഹും അലാ തഖ്ലീദി അഹദിൽ അയിമ്മത്തിൽ അർബഅ, 4 ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ അനുകരിച്ചേ പറ്റൂ എന്ന് നാം അവരെ ജബ്ർ ചെയ്യുകയാണ്, നിർബന്ധിപ്പിക്കുകയാണ്, കർക്കശമായി തന്നെ പറയുന്നു. ഈ മദ്ഹബിനെ പാടെ നിഷേധിക്കുക എന്നത് നമ്മുടെ കേരളത്തിലെ ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പണ്ടുകാലത്ത് കഴിഞ്ഞു പോയ ലാ മദ്ഹബിയ അവരുടെ വീക്ഷണമാണ്.